നമസ്കാരം ചങ്കുകളെ. അപ്പോൾ ഞാൻ ബാത്റൂം ഒട്ടിക്കാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. ചുമര് 1 ഇഞ്ച് വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ വരുന്ന വ്യത്യാസത്തിൽ നമ്മൾ എത്ര പൈസ നമുക്ക് നഷ്ടം വരും എന്നുള്ളത് ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടൊന്ന് മനസ്സിലാക്കട്ടോ. അപ്പോൾ നിങ്ങൾ പുതിയ വീട് എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണണേ. ഹലോ, നമസ്കാരം ചങ്ങളെ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതേ, നമ്മൾ ടൈലിന്റെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ടൈം തൊട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടോ. കാരണം പല ആളുകളും ടൈലിന്റെ വർക്ക് തുടങ്ങുമ്പോൾ നമുക്കറിയാം അവസാന ഘട്ടത്തിലാണ് ടൈൽസിന്റെ വർക്ക്. പിന്നെ അത് കഴിഞ്ഞ് കണ്ടമാനം പൈസ നമുക്ക് നമ്മുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പോൾ ഈ ടൈലിന്റെ വർക്ക് കഴിയുന്നതോടുകൂടി ഏകദേശം തേപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബഡ്ജറ്റ് ഏകദേശം ലോ ആവും. പിന്നെ ടൈൽസും കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ള പണികളെല്ലാം എടുക്കാൻ എന്താ പറയുക, ആളുകൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ വേസ്റ്റായി പോകുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനുള്ളൊരു മാർഗം കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഞാൻ പറയുന്നത് വേറെ ഒന്നല്ല, നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ടൈമിൽ തന്നെ നമ്മൾ ബാത്റൂം അതുപോലെ തന്നെ കിച്ചന്റെ വോള് ആ ഭാഗങ്ങളൊക്കെ പ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആരെയാണോ പ്ലാസ്റ്റിക്കിന്റെ വർക്ക് ചെയ്യിപ്പിച്ച അവരോട് പറഞ്ഞിട്ട് അത് കറക്റ്റ് ലെവലിൽ തൂക്കിൽ ചെയ്യാൻ പറയണം. കാരണം അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂം ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് കുറേ പൈസ നഷ്ടം വരും. നമ്മുടെ ഗമ്മാണ് ശരിക്കും മെയിൻ ബില്ല്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒരു ബാത്റൂം ഏകദേശം 200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബാത്റൂം ആണെങ്കിൽ ഏകദേശം ഒരു 10 ചാക്ക് ഗമ്മ് നമുക്ക് വേണ്ടി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ രീതി കൊണ്ടാട്ടോ. കാരണം കറക്റ്റ് ലെവലില്ല. നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ ആളുകൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, കറക്റ്റ് ട്രവല് ടൈലിലും അതുപോലെ തന്നെ ചുമരിലും ട്രവല് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും അതുപോലെ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂം അത്രയ്ക്കും ഫ്ലോപ്പായിട്ടായിരിക്കും പ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഏകദേശം 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ തൂക്ക് മറിച്ചിലായിരിക്കും. അപ്പൊ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് അതുപോലെ ചീർപ്പ് വെച്ചിട്ട് ലെവൽ ചെയ്തിട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്തായി, നമ്മുടെ ഗമ്മിന്റെ കോസ്റ്റ് കൂടും. അപ്പൊ ഇതൊക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ വർക്ക് എടുക്കുന്ന സമയം തന്നെ നമ്മൾ ആരാണോ പ്ലാസ്റ്റിക്കിന്റെ വർക്ക് ചെയ്യുന്നത് അവരോട് പറഞ്ഞിട്ട് ടൈൽസ് ഒട്ടിക്കുന്നത്. ഇപ്പൊ അറിയാം, ഇപ്പൊ എല്ലാവരും ഏകദേശം 8 അടി ഹൈറ്റിൽ തന്നെ എല്ലാവരും ടൈൽസ് ഒട്ടിക്കലുണ്ട്. അതിന്റെ താഴോട്ട് ആരും ഒട്ടിക്കില്ല. കാരണം 4.2 ടൈൽസാണ് വരുന്നത്. 4.2 4 ഫുൾ ടൈലാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ഹൈറ്റ്. പിന്നെ ചില ആളുകൾ, ഇപ്പൊ നമ്മളെല്ലാം എടുക്കുന്ന കൂടുതലും വീടുകളിലെ ആളുകൾ നമുക്ക് ഫുള്ള് സീലിംഗ് ഹൈറ്റ് വരെ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ പ്രശ്നം വരുമ്പോ എന്താവും, 10 ചാക്ക് ഗമ്മ് 15 ചാക്ക് ഗമ്മൊക്കെ വരുന്നു. അപ്പോ ഒരു ചാക്കിന് ഏകദേശം 500 റുപ്യ മാർക്കറ്റിൽ വരുന്നുണ്ട്. നല്ല ഗമ്മിന് അത്യാവശ്യം ടൈൽസ് നല്ല രീതിക്ക് അവിടെ ചെയ്യേണ്ട ഗമ്മിന് ഏകദേശം 500 രൂപ ഒരു ബാഗിന് വരുന്നുണ്ട്. അപ്പൊ 15 ചാക്ക് ഗമ്മെന്ന് പറയുമ്പോൾ ഏകദേശം 7500 റുപ്യ ഗമ്മിന് മാത്രം ഒരു ബാത്റൂമിലേക്ക്. അപ്പൊ 5 ബാത്റൂം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടി വെക്കേ. അപ്പൊ വലിയ പൈസ നമ്മുടെ ലോസ്റ്റ് ആവുക. ശരിക്കും നല്ല ക്ലിയർ ആയിട്ട് പ്ലാസ്റ്റ് ചെയ്ത് ചുമരാണെങ്കിൽ നമുക്കൊരു 6 ബാഗ് ഗമ്മേ വേണ്ടു. അതിനാണ് നമ്മൾ ഈ 15 ചാക്ക് 12 ചാക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് വർക്കേഴ്സിനും പ്രശ്നം തന്നെയാണ്. കാരണം ഗമ്മിന്റെ കനം കൂടുന്നതിനനുസരിച്ച് വർക്ക് സ്ലോ ആവും. അപ്പൊ നിങ്ങൾ കൂലിക്ക കൊടുക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം ഒരു ദിവസം ഒട്ടിച്ച് തീരേണ്ട വോള് 2 ദിവസം വേണ്ടി വരും. അപ്പൊ 2 ആളുടെ പൈസ എക്സ്ട്രാ അവിടെ വരിക. അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ട് നഷ്ടം തന്നെയാണ്. പിന്നെ അതുമല്ല, ഇപ്പൊ അറിയാം എല്ലാം വലിയ ടൈൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ വലിയ ടൈൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അധികം ഗമ്മിൽ വെച്ചാൽ കുറെ കഴിയുമ്പോൾ ഇളകി വീഴാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തിനാ ഈ റിസ്ക് എടുക്കണ്ടേ? നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ, നമ്മുടെ വീട്ടിൽ ആരാണോ പ്ലാസ്റ്റിക് ചെയ്യുന്നത് ആ പ്ലാസ്റ്റിക്കിന്റെ സമയം തന്നെ നമ്മൾ പറയുക, ബാത്റൂമും അതുപോലെ കിച്ചന്റെ വോളൊക്കെ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ പറയുക ഇത് കറക്റ്റ് തൂക്കി തന്നെ ചെയ്യണം. എന്നാലാണ് നമ്മളിത് അറിഞ്ഞിരിക്കണം. കാരണം പല ആളുകൾക്ക് അറിയാത്തതിന്റെ പ്രശ്നമാട്ടോ വീട്ടുകാർക്ക്. ഇവര് കുറഞ്ഞ പൈസയ്ക്ക് കരാർ കൊടുക്കും, അല്ലെങ്കിൽ നല്ല പൈസയ്ക്ക് തന്നെ കൊടുക്കുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ തന്നെ പണി അറിയാത്ത എന്താ പറയാ ഹെൽപ്പേഴ്സിനെ വെച്ചിട്ടാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റ് ചെയ്യിക്കുക. അതുകൊണ്ടുള്ള പ്രശ്നം കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ബാക്കി എവിടെയായാലും നമുക്ക് പൊട്ടിയിട്ട് അതൊക്കെ അറിയാം. എല്ലാവരും പറയുന്നതാണ് അത് ടൈൽ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഒരിക്കലും ടൈൽ ചെയ്യുമ്പോൾ ക്ലിയർ ആവില്ല, നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാണ്ടിരിക്കണമെങ്കിൽ എന്താ ഒരു മാർഗം. അപ്പൊ അറിയാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ സമയം തന്നെ നമ്മൾ മേസ്ത്രിമാരോട് പറയാം, നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ബാത്റൂം അതുപോലെ തന്നെ ടൈല് വരുന്ന ഏതൊക്കെ ഭാഗമുണ്ടോ അതെല്ലാം കറക്റ്റ് തൂക്കി തന്നെ തേക്കണേന്ന് പറയാം. അതുപോലെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അവരോട് ചെയ്യുന്ന സമയത്ത് അവരോട് തൂക്കിട്ടൊന്ന് കാണിച്ചു തരാൻ പറയാം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പൈസ ലാഭമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പൈസ നഷ്ടം വരും. പിന്നെ അതുമല്ല, ഇത്രയും വലിയ ടൈല് ഇളകി നമ്മുടെ തലയിലൊക്കെ വീഴുന്നതിലത്തെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ, ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട് ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ സമയം ചെയ്യേണ്ട ഇതാണോ എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരോട് പറയണം,
ബാത്റൂം അതുപോലെ കിച്ചന്റെ വോള്, വർക്ക് ഏരിയന്റെ വോള്, ഇങ്ങനെ ടൈല് വരുന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് തൂക്കിൽ തേച്ചിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസയും സേവ് ചെയ്യാം. നമുക്കൊരു എന്താ പറയുക, പിന്നീട് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിക്ക് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഞാൻ പല സൈറ്റിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. കാരണം നമുക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ലേബർ കോസ്റ്റ് കൂടുന്ന നമ്മൾ കരാറ് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിന് എടുക്കുമ്പോൾ നമുക്കും നഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ പല വീടുകളിലും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ട് തന്നെ ചെയ്യുക. ഇപ്പോൾ ചില വീടുകളിൽ വലിയ വ്യത്യാസമുള്ള വീടുകളിൽ നമ്മൾ രണ്ടാമതും റീപ്ലാസ്റ്റ് ചെയ്യും. അപ്പോൾ റീപ്ലാസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെയും 4-5 ആളുടെ കൂലി എക്സ്ട്രാ വരുന്നു. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പം പ്ലാസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ വീട് പ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.